അടുത്ത നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യമേ നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ സങ്കൽപ്. ഓപ്പറേഷൻ സങ്കൽപ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നടക്കുന്ന വെസ്റ്റ് ഏഷ്യ നടക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ആയിട്ട് അതിനൊക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ നേവി ഡിപ്ലോയ് ചെയ്തിട്ടുള്ളതാണ് ഓപ്പറേഷൻ സങ്കൽപ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസാസ്റ്റർ റിലീഫ് അങ്ങനത്തെ കാര്യങ്ങൾക്കും അതുപോലെ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഓപ്പറേഷൻ സങ്കൽപ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവിയുടെ ഒരു മെരിടൈം സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് ആണ്. അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇന്ത്യൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള മെർച്ചന്റ് വെസലുകൾ, നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ത്യൻ ഫ്ലാഗ്ഡ് മെർച്ചന്റ് വെസലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ആ ഒരു റീജിയൻ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്തൊക്കെയാണ് ഓപ്പറേഷൻ സങ്കൽപ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ അറിയാം കുറേ യുദ്ധങ്ങളൊക്കെ നടക്കുന്നില്ലേ, അപ്പോൾ നമ്മുടെ ഷിപ്പുകളെയൊക്കെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നേവി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ സങ്കൽപ്. അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും റിലീഫ് ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി US ആണെങ്കിൽ മിനിറ്റ്മാൻ 3 അല്ലെങ്കിൽ ഡൂംസ്ഡേ എന്ന് പറയുന്ന മിസൈല് എന്ത് ചെയ്തു, അവർ ടെസ്റ്റ് ലോഞ്ച് ചെയ്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു ടെസ്റ്റ് ലോഞ്ച് നടത്തി. മിനിറ്റ്മാൻ 3 ഇന്റർ കോണ്ടിനെന്റ് ബാലിസ്റ്റിക് മിസൈലിന്റെ ടെസ്റ്റ് ലോഞ്ചാണ് അവർ നടത്തിയത്. ഇതിനെ നമ്മൾ ഡൂംസ്ഡേ മിസൈൽ എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. മിനിറ്റ്മാൻ 3 മിസൈലിനെ തന്നെ നമ്മൾ ഡൂംസ്ഡേ മിസൈൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇപ്പം നടക്കുന്ന ഈ ഇറാന്റെ ആ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്ന ആ സമയത്ത് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ത് ലോഞ്ച് ചെയ്തു, ഈ മിനിറ്റ്മാൻ 3 എന്ന് പറയുന്ന ആ ഒരു മിസൈലിന്റെ ടെസ്റ്റ് ലോഞ്ച് നടത്തി. അതിന്റെ വേറൊരു പേരാണ് ഡൂംസ്ഡേ മിസൈൽ എന്ന് പറയുന്നത്. ഇതൊരു അമേരിക്കൻ മെയ്ഡ് ഇന്റർ കോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈൽ ആണ്. അപ്പോൾ ഇത് ആരാണ് ഈ ഒരു മിസൈൽ ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട് ഡൗഗ്ലസ് എയർക്രാഫ്റ്റ് കമ്പനിയാണ് എന്ത് ചെയ്തത്, ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട് ഡൗഗ്ലസ് എയർക്രാഫ്റ്റ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിസൈലാണ് മിനിറ്റ്മാൻ 3 എന്ന് പറഞ്ഞത്. അതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഡൂംസ്ഡേ എന്ന് പറയുന്നത്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് സീ, അതിനെയാണ് നമ്മൾ UNCLOS അല്ലെങ്കിൽ UNCLOS എന്ന് പറയുന്നത്. അപ്പം ഇതെന്താ വെച്ചാൽ ഇറാനിയൻ വാർഷിപ്പ് ഇറിസ് ഡേന വാസ് സങ്ക്ഡ് ബൈ US സബ്മറൈൻ ഓഫ് കോസ്റ്റ് ഓഫ് ശ്രീലങ്ക വൈൽ റിട്ടേണിംഗ് ഫ്രം ദ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ 2026 അറ്റ് വിശാഖപട്ടണം. അപ്പം ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ 2026 വിശാഖപട്ടണത്തിൽ വെച്ച് നടന്നു. അവിടെ നിന്നും റിട്ടേൺ ചെയ്യുന്ന വഴിക്ക് ശ്രീലങ്കൻ കോസ്റ്റിൽ വെച്ചിട്ട് എന്താണ് ഈ ഇറാനിയൻ വാർഷിപ്പിനെ US സബ്മറൈൻ മുങ്ങിപ്പോയി. ഇറാനിയൻ വാർഷിപ്പ് അവിടെ മുങ്ങിപ്പോയി എന്നാ പറയുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഈ UNCLOS എന്ന് പറഞ്ഞ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രീറ്റി ആണ്. അത് എന്താ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഗവേണിംഗ് ദി യൂസ് ഓഫ് വേൾഡ് ഓഷൻ ആൻഡ് സീ. വേൾഡ് ഓഷനുകളും സീകളും ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ്, അതിൻ്റെ ഗവേൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രീറ്റിയാണ് UNCLOS എന്ന് പറയുന്നത്. അതൊരു ഇന്റർനാഷണൽ ട്രീറ്റി ആണ്. അപ്പോൾ ഇത് നിലവിൽ വന്ന് ഇൻ ഫോഴ്സിൽ അഡോപ്റ്റ് ചെയ്തത് 1982 വെച്ചാണ് അഡോപ്റ്റ് ചെയ്തത്. ഇത് നിലവിൽ വരുന്നത് 1994 വെച്ചാണ്. 168 പാർട്ടീസ് ഇൻക്ലൂഡിങ് യൂറോപ്യൻ യൂണിയനും കൂടി ഇൻക്ലൂഡ് ആയിട്ട് 168 പാർട്ടീസ് ആണ് ഈ ഒരു ട്രീറ്റിയിൽ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കൺവെൻഷനിൽ ഉള്ളത്. WTO's 14th മിനിസ്റ്റീരിയൽ കോൺഫറൻസ്. അപ്പോൾ WTOയുടെ 14ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് 14 ഇത് എവിടെയാണ്, ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്, കാമറൂൺ എന്ന് പറയുന്ന യോണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ന് മുതൽ എന്ന് വരെ 26 മുതൽ 29 മാർച്ച് 2026 വരെയാണ് ഇത് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാമറൂൺ മിനിസ്റ്റർ ഓഫ് ട്രേഡ് ആയിട്ടുള്ള ലുക് മംഗോറിയ പാർക്ക അറ്റാങ്കന എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ചെയർ ചെയ്യുന്നത്. അപ്പോൾ WTOയുടെ 14th മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടക്കാൻ പോകുന്ന കാമറൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് 26 മുതൽ 29 മാർച്ച് 2026 ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ആണ് ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ ആ ഒരു കോൺഫറൻസിലാണ് ഈ പറഞ്ഞ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ആ ഒരു ബോഡി, അവരാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് സ്കോട്ട്ലൻഡ് ബിക്കം ദ ഫസ്റ്റ് UK കൺട്രി ടു അലോ വാട്ടർ ക്രിമേഷൻസ്.
വാട്ടർ ക്രിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ശവസംസ്കാരം ഉണ്ടല്ലോ അതിൽ വരുന്ന ഒരു വാട്ടർ ക്രിമേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്തത് ലീഗൽ ആക്കിയിട്ടില്ല. ഫസ്റ്റ് നേഷൻ ടു അപ്രൂവ് ഈ വാട്ടർ ക്രിമേഷൻ ലീഗൽ ആക്കി അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ആദ്യത്തെ UK-യിലുള്ള ഒരു സ്ഥലമാണ് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കോട്ട്ലാൻഡ് വാസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ UK-യിൽ ഫസ്റ്റ് കൺട്രിയാണ് ഈ പറഞ്ഞ വാട്ടർ ക്രിമേഷൻ ലീഗൽ ആക്കിയിട്ടുള്ള ഫസ്റ്റ് കൺട്രി. വാട്ടർ ക്രിമേഷൻ എന്നിവർ ഉദ്ദേശിക്കുന്നത് അതിന് മറ്റൊരു പേരുണ്ട് ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ നമ്മൾ ട്രഡീഷണലി നമ്മൾ ബുറി ചെയ്യുന്ന മെത്തേഡ്സ് കുഴിച്ചിടുക കത്തിച്ചുകളയുക അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് പകരമായിട്ട് നമ്മൾ മൂന്നാമതായിട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ ശവസംസ്കാരം ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ വാട്ടർ ക്രിമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനു വേണ്ടി അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബോഡി ആദ്യമേ തന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സിൽക്ക് അല്ലെങ്കിൽ വൂള് വെച്ചിട്ട് പൊതിയും. എന്നിട്ട് ഭയങ്കര പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ചേംബറിൽ ഹോട്ട് വാട്ടറും കെമിക്കൽസും ഇട്ടുള്ള ആ ഒരു ചേംബറിലേക്ക് പ്ലേസ് ചെയ്യും. എന്നിട്ട് ഡീകമ്പോസിഷൻ ചെയ്യും. ഇതാണ് എന്തിൽ നടക്കുന്ന വാട്ടർ ക്രിമേഷൻ അല്ലെങ്കിൽ ആൽക്കലൈൻ ഹൈഡ്രോളിസിസിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ലീഗലാക്കിയിട്ടുള്ള UK-യിലെ ആദ്യത്തെ കൺട്രിയാണ് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഗ്രീൻ ക്രിമേഷൻ എന്നും കൺസിഡർ ചെയ്യാറുണ്ട്. വാട്ടർ ക്രിമേഷൻ ഓൾറെഡി ഏതൊക്കെ കൺട്രീസിൽ നടക്കുന്നുണ്ട്? റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലും യുണൈറ്റഡ് സ്റ്റേറ്റിലും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ UK-യിൽ സ്കോട്ട്ലാൻഡിലാണ് ഇത് ആദ്യമായിട്ട് ലീഗൽ ചെയ്തത്. അടുത്ത നമ്മൾ പറയുന്നത് ഇന്ത്യസ് ന്യൂ സ്റ്റാൻഡേർഡ്സ് ഫോർ ക്ലൗഡ് ഡേറ്റാ സെന്റർ എത്തിക്കൽ AI. ഇന്ത്യയുടെ പുതിയ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ ഗവൺമെന്റ് ത്രൂ ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വഴി നോട്ടിഫൈഡ് ദ നേഷൻസ് ഫസ്റ്റ് എവർ സ്റ്റാൻഡേർഡ്സ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനും ഡേറ്റാ സെന്റർ പെർഫോമൻസിനും എത്തിക്കൽ AI ഡിപ്ലോയ്മെന്റിനും വേണ്ടിയിട്ട് ഇന്ത്യ എന്ത് ചെയ്ത് ഫസ്റ്റ് എവർ കുറച്ച് സ്റ്റാൻഡേർഡ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ അണ്ടർ ദ BIS റൂൾ 2018 നോട്ടിഫിക്കേഷൻ പ്രകാരം എസ്റ്റാബ്ലിഷ് എ വോളണ്ടറി ബട്ട് ഫോർമൽ ഫ്രെയിംവർക്ക് ഫോർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഒരു വോളണ്ടറി ആയിട്ട് നിർബന്ധമായിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു നോട്ടിഫിക്കേഷന് സമ്മറി എന്തൊക്കെയാണ് പറയുന്നത്? ദ സ്റ്റാൻഡേർഡ്സ് ആർ ഡയറക്ട്ലി ഡിറൈവ്ഡ് ഫ്രം ദ ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ നിന്നുമാണ് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് IEC അതുപോലെ ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ ഫ്രെയിംവർക്കിന്റെയും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്റ്റാൻഡർഡൈസേഷൻ്റെയും ഈ രണ്ട് ഇതിൽ നിന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫിനാൻസ്, ഹെൽത്ത് കെയർ, ഗവൺമെന്റ് സർവീസുകളിലൊക്കെ ഉള്ള ക്ലൗഡ് സിസ്റ്റങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു നിയമം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇത് പ്രകാരം. അതായത് നമ്മൾ ഈ പറഞ്ഞ ക്ലൗഡ് ഡേറ്റാ സെന്റർ, എത്തിക്കൽ AI ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ സ്റ്റാൻഡർഡൈസേഷൻ, കുറച്ച് പുതിയ നിയമങ്ങൾ, കുറച്ച് നോംസുകൾ നമ്മൾ കൊണ്ടുവരുന്നു. അതാണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അടുത്തത് മൂൺ ഷോട്ട് പ്രോജക്റ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ലോഞ്ച് ചെയ്ത പ്രോജക്റ്റാണ് മൂൺ ഷോട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ബ്രെയിൻ കോ പ്രോസസേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് പ്രതീക്ഷ ട്രസ്റ്റുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് ആരാണ് നയിക്കുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇത് നയിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അഡ്വാൻസ്ഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് ആണ്. ബ്രെയിൻ കോ പ്രോസസേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡിവൈസ് ദാറ്റ് ഇന്റർഫേസ് വിത്ത് ഹ്യൂമൻ ബ്രെയിൻ ടു ഡീകോഡ് ന്യൂറൽ സിഗ്നൽസ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഹ്യൂമൻ ബ്രെയിനുമായിട്ട് ഇന്റർഫേസ് ചെയ്തിട്ട് ന്യൂറൽ സിഗ്നലുകൾ അതുപോലെ ന്യൂറൽ സിഗ്നലുകളൊക്കെ അവർ ഡീകോഡ് ചെയ്യും. എന്നിട്ട് AI ഉപയോഗിച്ച് അതെല്ലാം പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് സ്റ്റിമുലേറ്റ് ദ ബ്രെയിൻ ടു റീസ്റ്റോർ ദ ലോസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസുകളൊക്കെ റീസ്റ്റോർ ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യുന്നു? ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ്, പുതിയൊരു ഡിവൈസ് ആണ് ഈ പറഞ്ഞ മൂൺ ഷോട്ട് പ്രോജക്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ഹ്യൂമൻ ബ്രെയിനിനെ ഇന്റർഫേസ് ചെയ്ത് അത് ഡീകോഡ് ചെയ്യുക, ഹ്യൂമൻ ബ്രെയിനിലുള്ള ന്യൂറൽ സിഗ്നൽസുകളൊക്കെ ഡീകോഡ് ചെയ്യുക, AI ഉപയോഗിച്ച് അത് പ്രോസസ്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബ്രെയിൻ നഷ്ടപ്പെട്ട ഫംഗ്ഷൻസ് ഒക്കെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഇനിഷ്യേറ്റീവ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുവന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത അമിത് ഷാ unveiled the Muscat soft launch of 4 digital tools to power Census 2027. Census
27 പവർ ചെയ്യാൻ കുറച്ചും കൂടി അത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് പോകാൻ വേണ്ടി 4 ഡിജിറ്റൽ ടൂൾസുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ, മസ്കറ്റുകൾ എന്നാണ് നമ്മളിത് മസ്കറ്റ്സ് എന്ന് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പൊ 2 മസ്കറ്റ്സുകളാണ് അമിത്ഷാ കൊണ്ടുവന്നിട്ടുള്ളത്. യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷാ ലോഞ്ച്ഡ് 4 ഡിജിറ്റൽ ടൂൾസ് ദാറ്റ് വിൽ ഡ്രൈവ് ദ കൺട്രി ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസ്. നമ്മൾ ഇനി നടത്താൻ പോകുന്നത് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ കൺട്രി ഒരു ഫുള്ളി ഡിജിറ്റൽ സെൻസസ് നടത്താൻ വേണ്ടി പോവാണ്. ഈ സെൻസ് 2 ഫേസിലായിട്ട് 2 ഭാഗമായിട്ടാണ് നടത്തുന്നത്. ആദ്യമേ നടക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പം വരുന്ന ഏപ്രിൽ മുതൽ സെപ്റ്റംബർ 2026 വരെ ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് നടത്തുന്നു. അതിനുശേഷം 2027 ഫെബ്രുവരിയിൽ നമ്മൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ നടത്തുന്നു. അങ്ങനെ 2 ഫേസിലായിട്ട് നമ്മൾ ഈ ഒരു സെൻസസ് നടത്താൻ വേണ്ടി പോകും. അപ്പം നേരത്തെ നമ്മൾ സെൻസസ് നടത്തുക എന്നായിരുന്നു 2011 നടത്തിയത്. അതിനുശേഷം ഇനിയിപ്പോൾ ഈ 2 വർഷങ്ങളായിട്ട് 2026, 2027 വർഷങ്ങളിലായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സെൻസസ് നടത്തുന്നത്. അപ്പം അത് 2 ഫേസസ് ആയിട്ടാണ് നടത്തുന്നത്. ആദ്യത്തെ ഫേസ് ഇപ്പം നടക്കാൻ വേണ്ടി പോകണം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ. എന്താണ് ഹൗസ് ലിസ്റ്റിങ്ങും ഹൗസിംഗ് സെൻസസും. ഇനി 2027 പോപ്പുലേഷൻ എന്യൂമറേഷൻ നടത്താൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് 2 മസ്കറ്റ്സുകളുണ്ട്. അതിൻ്റെ പേര് എന്തൊക്കെയാണ്? പ്രാഗതി, ഫീമെയിലിന്റെ പേര് പ്രാഗതി, മെയിലിന്റെ പേര് വികാസ് എന്നുമാണ്. ഇത് രണ്ടും കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ആൻഡ് മെൻ, വുമന്റെയും മെന്നിന്റെയും ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആണ് അതിലൂടെ കാണിക്കുന്നത്. അതായത് ഇന്ത്യ 2047 ഒരു ഡെവലപ്ഡ് നേഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയിൽ ഡെവലപ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെന്നിന്റെയും വുമണിന്റെയും കൂടെ ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ് നമ്മൾ ഇതിലൂടെ സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. ഇത് ആരെ ഡെവലപ്പ് ചെയ്യുന്നത്? CDAC ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഈ 4 പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി പ്രോജക്റ്റ് ഹനുമാൻ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ്. പ്രോജക്റ്റ് ഹനുമാൻ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ 2026 ഇത് എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ എന്താ വെച്ചാൽ ഹ്യൂമൻ ആൻഡ് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ, മനുഷ്യനും വൈൽഡ് ലൈഫ് ആനിമൽസും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ, വളർന്നു വരുന്ന ആ പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ വൈൽഡ് ലൈഫ് നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക, എയ്ഡ് ചെയ്യുക, അത് നഴ്സിംഗ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മുൻപോട്ട് വെക്കുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞ വേൾഡ് ഒബസിറ്റി അറ്റ്ലസ് 2026. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഒബസിറ്റി ഡേ 4th മാർച്ചിലായിരുന്നു. അപ്പോൾ അന്ന് വേൾഡ് ഒബസിറ്റി ഫെഡറേഷൻ എന്ത് റിലീസ് ചെയ്തു? വേൾഡ് ഒബസിറ്റി അറ്റ്ലസ് 2026 2ാമത്തെ എഡിഷൻ എന്ത് ചെയ്തു? അവർ റിലീസ് ചെയ്തു. ഈ അറ്റ്ലസ് പ്രകാരം ഇന്ത്യ ഇപ്പം 2nd ഗ്ലോബലി ഫോർ ദ ചിൽഡ്രൻ ഹു ആർ ഓവർ വെയ്റ്റ് ആൻഡ് ലിവിംഗ് വിത്ത് ഒബസിറ്റി. ചൈനയ്ക്ക് ശേഷം ഒബസിറ്റിയോട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഓവർ വെയ്റ്റിലുള്ള കുട്ടികളിലെ 2nd റാങ്ക് ആണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്. US-നെയും വെസ്റ്റേൺ നേഷൻസിനെയും ഒക്കെ ബീറ്റ് ചെയ്ത് നമ്മളിപ്പം 2nd റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ 41 മില്യൺ കുട്ടികൾക്കും ഹൈ ബോഡി മാസ് ഇൻഡെക്സ് ആണെന്ന് പറയാം. അതിൽ 14 മില്യൺ കുട്ടികളും ഒബസിറ്റിയാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ വേൾഡ് ഒബസിറ്റി അറ്റ്ലസിൽ 2nd റാങ്ക് ആണ് വരുന്നത്. ആദ്യത്തെ റാങ്ക് ചൈനയാണ്, പിന്നെ നമ്മൾ വരുന്നത് ഇന്ത്യയാണ് വരുന്നത്. അപ്പോൾ വേൾഡ് ഒബസിറ്റി ഡേ എന്നാണ് ചോദിക്കുകയാണെങ്കിൽ 4th മാർച്ചാണ് വേൾഡ് ഒബസിറ്റി ഡേയും ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിൽഡ്രൻ ഏജ്ഡ് 5 to 19 years ആർ പ്രൊജക്റ്റഡ് ടു ഡെവലപ്ഡ് റിസ്ക് ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹൈ BMI. ഈ ഹൈ ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സിൽ 5 മുതൽ 19 വയസ്സ് കുട്ടികൾ എന്താണ് പ്രൊജക്റ്റഡ് ആണ്. അതായത് അവരുടെ എണ്ണം കൂടുതലാണ്. അപ്പം ഇങ്ങനെ ഹൈ റിസ്കിലുള്ള കുട്ടികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഇന്ത്യൻ വുമൺ ക്രിക്കറ്റ് സ്ക്വാഡിന് എന്താണ് പ്രസ്റ്റീജിയസ് 2026 ലൗറസ് വേൾഡ് ടീം ഇയർ അവാർഡ്. അപ്പോൾ ലൗറസ് വേൾഡ് ടീം ഓഫ് ഇയർ അവാർഡിന് നോമിനേറ്റഡ് ആയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനാണെങ്കിൽ വേൾഡ് കപ്പ് ടൈറ്റിൽ കിട്ടിയതിന് ശേഷം അവർ എന്ത് ചെയ്തു? ലൗറസ് വേൾഡ് ടീം ഓഫ് ഇയർ അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വുമൺ ക്രിക്കറ്റ് ടീമാണ്. ഈ ഒരു നോമിനേഷൻ റിസീവ് ചെയ്ത ആദ്യത്തെ വുമൺ ക്രിക്കറ്റ് ടീം കൂടെയാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ ആ ഒരു വേൾഡ് കപ്പിൽ ജയിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രസ്റ്റീജിയസ് 2026 ലൗറസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ അവാർഡിലേക്കാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇനി MOS രക്ഷ ഖാഡ്സെ അനൗൺസസ് ദ സ്പെഷ്യൽ എഡിഷൻ ഓഫ് ആസ്മിത വുമൺ സ്പോർട്സ് ലീഗ്. ആസ്മിത എന്ന് പറയുന്നത് ഒരു വുമൺ സ്പോർട്സ് ലീഗ് ആണ്. ഈ ഒരു വുമൺ സ്പോർട്സ് ലീഗിന്റെ സ്പെഷ്യൽ എഡിഷൻ നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള രക്ഷ നിഖിൽ ഖാഡ്സെ അനൗൺസ് ചെയ്തു. അപ്പോൾ ആസ്മിത എന്ന് പറഞ്ഞാൽ അച്ചീവിംഗ് സ്പോർട്സ് മൈൽ സ്റ്റോൺ ബൈ ഇൻസ്പയറിംഗ് വുമൺ ത്രൂ ആക്ഷൻ എന്ന് പറഞ്ഞാണ് അതിൻ്റെ ആ ഒരു ഫുൾ ഫോം. അപ്പം അത് ആ ഒരു ലീഗ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലീഗ് വുമൺസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലീഗ് കൊണ്ടുവരാൻ വേണ്ടി മിനിസ്റ്റർ തീരുമാനിച്ചിരിക്കുന്നത്. ആസ്മിത എന്ന് പറഞ്ഞ ഖേലോ ഇന്ത്യാസ് ജനറൽ ന്യൂട്രൽ മിഷൻ്റെ ഭാഗമാണ്. അതായത് ഈ ലീഗുകളിലും കോമ്പറ്റീഷനിലൂടെയൊക്കെ സ്ത്രീകളിൽ സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ ഖേലോ ഇന്ത്യാസ് ജനറൽ ന്യൂട്രൽ മിഷൻ്റെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ആസ്മിത എന്ന് പറഞ്ഞത്. ഇത് 2021 സ്റ്റാർട്ട് ചെയ്തത്. ഈ ആസ്മിത വുമൺ സ്പോർട്സ് ലീഗിൽ ഏതൊക്കെ കോമ്പറ്റീഷൻസാണ് വരുന്നത്? അണ്ടർ 13 ഇയേഴ്സ് കോമ്പറ്റീഷൻ, 13 to 18 ഇയേഴ്സ്, 18 ഇയേഴ്സ് ആൻഡ് എബോവ് ഒക്കെയുള്ള കോമ്പറ്റീഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ യൂത്ത് അഫയേഴ്സ് സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള രക്ഷ നിഖിൽ ഖാഡ്സെ എന്ത് അനൗൺസ് ചെയ്തു? ആസ്മിത ലീഗ് ന്യൂഡൽഹി വെച്ച് നടത്താൻ തീരുമാനിച്ചു, വുമൺസ് ഡേയുമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ വുമൺസ് ടീമിന് എന്താണ് പ്രസ്റ്റീജിയസ് 2026 ലോറസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ അവാർഡിന്റെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ വുമൺ ടീമിനെ. പിന്നെ വേൾഡ് ഒബിസിറ്റി അറ്റ്ലസ് 2026 പറ്റി പറഞ്ഞു. വേൾഡ് ഒബിസിറ്റി ഡേ March 4 ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേൾഡ് ഒബിസിറ്റി ഫെഡറേഷൻ റിലീസ് ചെയ്തതാണ് ഈ വേൾഡ് ഒബിസിറ്റി അറ്റ്ലസ് 2026 എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയുടെ റാങ്ക് 2ാമതാണ്. ആദ്യത്തെ റാങ്ക് ചൈനയാണ് വരുന്നത്. ചൈന കഴിഞ്ഞ് ഇന്ത്യക്കാണ് 2ാമത്തെ റാങ്ക്. അതായത് കൂടുതൽ ഒബിസിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണം, അതുപോലെ തന്നെ ഹയർ BMI ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലുള്ള കുട്ടികളുടെ എണ്ണം വെച്ചാണ് നമ്മൾ ഈ ഒരു റാങ്കിങ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? പ്രോജക്റ്റ് ഹനുമാനെ പറ്റിയാണ്. അത് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എന്ത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി? ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി, ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 2027 നടക്കുന്ന ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ സെൻസസിന് വേണ്ടിയിട്ട് നമ്മൾ 4 പുതിയ ഡിജിറ്റൽ ടൂൾസുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് രണ്ട് നമ്മൾ മസ്കറ്റുകളെ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ ലോഞ്ച് ചെയ്തു. അതിൽ ഫീമെയിൽ ആയിട്ടുള്ള മസ്കറ്റാണ് പ്രാഗതി, മെയിലിന് വികാസ് എന്ന് പറയും. ഇത് രണ്ടും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2047 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആവും. അപ്പോൾ ആ ഡെവലപ്ഡ് ആവുന്ന ഇന്ത്യയിലുള്ള വുമൻ്റെയും അതുപോലെ മെന്നിൻ്റെയും ഈക്വൽ പാർട്ടിസിപ്പേഷനെ കാണിക്കാനാണ് ഈ 2 മസ്കറ്റ്സുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് മൂൺ ഷോട്ട് പ്രോജക്റ്റിനെ പറ്റിയാണ്. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇത് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഇതൊരു റിസർച്ച് ഇനിഷ്യേറ്റീവ് ആണ്. അതായത് ബ്രെയിൻ കോ പ്രൊസസ്സേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഈ ബ്രെയിൻ കോ പ്രൊസസ്സേഴ്സ് എന്ന് പറഞ്ഞ ഡിവൈസ് ആണ്. അതെന്താ ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ന്യൂറൽ സിഗ്നൽസുകളൊക്കെ ഡീകോഡ് ചെയ്ത് AI ഉപയോഗിച്ച് അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ലോസ്റ്റ് ചെയ്യുന്ന ഫങ്ഷൻസുകളൊക്കെ റീസ്റ്റോർ ചെയ്യുക, അത് നിലനിർത്താനാണ് നമ്മൾ ഈ ഒരു ഡിവൈസിൽ ബ്രെയിൻ കോ പ്രൊസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ബ്രെയിൻ കോ പ്രൊസസ്സേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ മൂൺ ഷോട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. ആരാ ഇത് ലോഞ്ച് ചെയ്തത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ലോഞ്ച് ചെയ്തത്. പിന്നെ ഇന്ത്യ ക്ലൗഡ് അല്ലെങ്കിൽ ഡേറ്റാ സെന്റർ അല്ലെങ്കിൽ എത്തിക്കൽ AIക്ക് വേണ്ടി കുറച്ച് കൂടുതൽ പുതിയ സ്റ്റാൻഡേർഡ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡ്സുകളൊക്കെ BIS റൂൾസ് 2018 പ്രകാരമാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട്ലാൻഡ് ആണ് ഈ പറഞ്ഞ വാട്ടർ ക്രിമേഷൻ ഇൻ യുകെയിൽ വാട്ടർ ക്രിമേഷൻ അപ്രൂവ് ചെയ്ത ലീഗലാക്കിയിട്ടുള്ള ഫസ്റ്റ് നേഷൻ എന്ന് പറഞ്ഞ സ്കോട്ട്ലാൻഡ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്യൂറൽ മെത്തേഡാണ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് സാധാരണ ഉള്ളതല്ലാതെ മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഈ പറയുന്ന ഈ വാട്ടർ ക്രിമേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ആൽക്കലൈൻ ഹൈഡ്രോളിസിസ്. ഓൾറെഡി ഇത് അയർലൻഡിലും US-ലും ഇത് ഓൾറെഡി ഇപ്പോഴും നടക്കുന്നുണ്ട്. UK-യിൽ ആദ്യമായിട്ടാണ് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന കൺട്രിയാണ് ഇത് ആദ്യമായിട്ട് ലീഗലൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ അടുത്തത് WTOയുടെ 14th മിനിസ്റ്ററൽ കോൺഫറൻസ് നടക്കാൻ വേണ്ടി പോവാണ്. കാമറൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് 26 to 29 മാർച്ചിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കാമറൂൺ മിനിസ്റ്റർ ഓഫ് ട്രേഡ് ആണ് അത് ചെയർ ചെയ്യുന്നത്.
പിന്നെ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ലോ ഓഫ് സീൽ നടന്നിട്ടുണ്ട്. അതെന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ഇത്തരം പാർട്ടീസിന് 168 പാർട്ടീസ് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള പാർട്ടീസുകൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൺവെൻഷനാണ്. അത് അഡോപ്റ്റ് ചെയ്ത് 1982 വെച്ചിട്ടാണ് അത് അഡോപ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞത് മിനിറ്റ്മാൻ 3 അല്ലെങ്കിൽ ഡൂംസ്ഡേ മിസൈലിനെ പറ്റിയാണ്. അത് USA മിസൈലാണ്. അതിന്റെ ടെസ്റ്റ് ലോഞ്ച് USA നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA വേണ്ടിയിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് ഡൗഗ്ലസ് എയർക്രാഫ്റ്റ് കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഓപ്പറേഷൻ സങ്കല്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓപ്പറേഷൻ സങ്കല്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവിയുടെ ആണ് അത് ഓപ്പറേഷൻ സങ്കല്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും മർച്ചന്റ് വെസലുകളോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ ആ ഒരു സ്റ്റെബിലിറ്റി റീജിയണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നേവി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓപ്പറേഷൻ സങ്കല്പ് എന്ന് പറയുന്നത്. അപ്പം അവരതിൻ്റെ ഭാഗമായിട്ട് കുറേ വാർഷിപ്പുകളൊക്കെ ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്.